Hello, everybody. I am the Pfizer whistleblower. If anything happens to me, it is Big Pharma, Big Tech, Big Gov. ഫൈസർ വാക്സിൻ കമ്പനിയിലെ മുൻ ജീവനക്കാരിയായിരുന്ന മെലിസ മക്കാറ്റിയുടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സ് അക്കൗണ്ടിലെ വീഡിയോ ആണിത്. വാക്സിന്റെ ക്വാളിറ്റി ചെക്കിംഗ് നടത്തുന്ന ബോയിങ് വിസിൽ ബ്ലോവർ ആയിരുന്നു ഇവർ. എന്നാൽ 2021 ഒക്ടോബറിൽ വാക്സിനിൽ ചില ഗുരുതര പിഴവുകളുണ്ടെന്ന വിവരം കമ്പനിയിൽ നിന്ന് ചോർത്തി മക്കാറ്റി പുറത്തുവിട്ടിരുന്നു. പക്ഷേ മക്കാറ്റിയെപ്പോലെ ജോലി ചെയ്തിരുന്ന മറ്റ് 2 ബോയിൽ വിസിൽ ബ്ലോവർമാരുടെ പെട്ടെന്നുള്ള മരണം നടന്നതിന് പുറകെയാണ് മക്കാറ്റി വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി വാക്സിൻ കമ്പനിയായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. Hello, everybody. My name is Melissa McAtee, also known as Melissa Strickler. I am the Pfizer whistleblower that was in manufacturing quality for about 5 years at Pfizer, but employed total for about 10 years. I just wanted to put a video of my face out there with my voice stating I am not suicidal. Me and my husband have a happy, healthy marriage. I love my son. I love my family. We have no familial disputes, nobody with mental health issues. I've had no work done on my home, no work done on my car. If anything happens to me, it is Big Pharma, Big Tech, Big Gov. Nothing is done by myself or my family, my husband, anybody that we know. Just wanted to put that out there. Thank you. എന്റെ പേര് മെലിസ മാക്ടി. മെലിസ സ്ട്രിക്ലർ എന്നും അറിയപ്പെടുന്നു. ഞാൻ ഫൈസറിന്റെ വിസിൽ ബ്ലോവറാണ്. ഫൈസറിൽ ഏകദേശം 5 വർഷത്തോളം മാനുഫാക്ചറിംഗ് ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആകെ 10 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് പ്രസ്താവിക്കുന്ന വീഡിയോ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു. ഞാനും എന്റെ ഭർത്താവും സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതത്തിലാണ്, മാക്കറ്റി പറയുന്നു. ഞങ്ങൾക്ക് കുടുംബത്തിൽ തർക്കങ്ങളില്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആരുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ ഭീമൻ ഫാർമസി കമ്പനിയായിരിക്കും. പലരും മാക്കറ്റിയുടെ വാക്കുകൾ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും മറ്റ് വിസിൽ ബ്ലോവർമാരുടെ പെട്ടെന്നുള്ള മരണങ്ങളും വാക്സിനെതിരെയുള്ള ആരോപണങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഉയരുന്ന വാദം. കാരണം വാക്സിനുകൾക്കെതിരെ സംസാരിച്ചതിനു ശേഷം വേട്ടയാടപ്പെട്ട മുൻ മെർക്ക് ആൻഡ് കമ്പനി പ്രതിനിധി ബ്രാൻഡി വാഗ്വൻ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. മാത്രമല്ല, ആസ്ട്രാസെനക്ക തങ്ങളുടെ വാക്സിനിൽ പിഴവുകളുണ്ടെന്ന് സമ്മതിച്ചതിന് പിന്നാലെ വിപണിയിൽ ശേഷിക്കുന്ന വാക്സിൻ കഴിഞ്ഞ ദിവസങ്ങളിലായി തിരിച്ചു വിളിക്കുകയും ചെയ്തതിനു ശേഷമാണ് മെലിസ മാക്കറ്റിയും അവർ ഫൈസർ വാക്സിനെതിരെ മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളും വീണ്ടും ചർച്ചയാകുന്നത്. വാക്സിനുകളിൽ ഗർഭഛിദ്രം വരുത്തുന്ന കോശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് മാക്കറ്റി പറഞ്ഞത്. ഇതിനെ പിന്തുണയ്ക്കുന്ന ഫൈസറിന്റെ സീനിയർ ഡയറക്ടർ വനേസ ഗൽമാന്റെ ഒരു ഇമെയിലും ഇവർ ചോർത്തിയിരുന്നു. ഈ മെയിലിൽ ഗൽമാൻ എഴുതിയത് ഇങ്ങനെയാണ്: നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കണം. ഗർഭപിണ്ഡത്തിന്റെ സെൽ ലൈനുകളെക്കുറിച്ച് വാക്സിനിൽ പരാമർശിക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് മുൻനിർത്തി വാക്സിൻ ചേരുവകളെക്കുറിച്ചും അത് വരുത്തിയേക്കാവുന്ന മരണങ്ങളെക്കുറിച്ചും മാക്കറ്റി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം വാക്സിനെക്കുറിച്ച് ഇനിയും പലതും തുറന്നു പറയാനുള്ളതിനാൽ തനിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഇവർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. കൂടാതെ ഫൈസറിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തിരുന്ന ഒരേയൊരു എംപ്ലോയി ഇവർ മാത്രമാണെന്നും അവകാശപ്പെടുന്നുണ്ട്. മെലിസ മാക്കറ്റി എന്ന ഇവരുടെ എക്സ് അക്കൗണ്ടിൽ വാക്സിനെതിരെ തുറന്നു പറയുന്ന മറ്റ് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്.